Hi students, welcome to our class. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്നുള്ളത്. ചേഞ്ച് ഇൻ കറണ്ട് കൊണ്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുന്ന രണ്ട് മെത്തേഡ്സ് ആണ് സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും. സെൽഫ് ഇൻഡക്റ്റൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കോയിൽ ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കോയിൽ എടുത്തു. ഈ കോയിലിനെ നമ്മൾ പ്രൈമറി കോയിൽ എന്ന് പറയും. ഈ കോയിലിലേക്ക് ഒരു സെല്ലും ഒരു കീയും കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്കൊരു കീ ഉണ്ട്, അതുപോലെ തന്നെ ഒരു EMF സോഴ്സും ഉണ്ട്. ഓക്കെ, ഈ കോയിലിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി കോയിൽ. ഈ പ്രൈമറി കോയിലിന്റെ അടുത്ത് തന്നെ നമ്മൾ വേറൊരു കോയിൽ വെച്ചിട്ടുണ്ട്. ഈ കോയിലിനെ നമ്മൾ പറയുന്ന പേര് സെക്കൻഡറി കോയിൽ എന്നാണ്. സെക്കൻഡറി കോയിലിന് S എന്ന് കൊടുക്കാം. ആ സെക്കൻഡറി കോയിലിലേക്ക് നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗാൽവനോമീറ്ററിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഗാൽവനോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് കറണ്ട്. ഇവിടെ കറണ്ട് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് രണ്ട് കോയിൽ ഉണ്ട്, പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? കീ ഓപ്പൺ ആണ്. കീ ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോ ഇവിടെ കറണ്ട് എത്രയാണ്? കറണ്ട് I is equal to 0 ആണ്, അല്ലെ? കറണ്ട് 0 ആണ്. ഇനി നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കീ ക്ലോസ് ചെയ്യുമ്പോൾ കറണ്ട്, ഇതിലൂടെയുള്ള കറണ്ട്, പ്രൈമറി കോയിലിലൂടെയുള്ള കറണ്ട് ഇൻക്രീസസ് ഫ്രം 0 to maximum. ഓക്കെ, പ്രൈമറി കോയിലിലൂടെയുള്ള കറണ്ട് 0-ൽ നിന്ന് മാക്സിമത്തിലേക്ക് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈമറി കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് പോരുവാണ്, ആണല്ലോ, അല്ലെ? ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് പോരും. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ലൈൻസ് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ലൈൻസ് ഇൻക്രീസസ് ഫ്രം 0 to മാക്സിമം. അപ്പൊ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്പർ എന്നതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ഇൻക്രീസ് ചെയ്യാണ്. ഫ്ലെക്സ് എവിടെ നിന്ന് എങ്ങോട്ട്? 0-ൽ നിന്ന് മാക്സിമത്തിലേക്ക് ആവുകയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സെൽഫ് ഇൻഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ കറണ്ട് ഇൻക്രീസ് ചെയ്തു, നമ്പർ ഓഫ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻക്രീസ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഫ്ലെക്സ് ലൈൻസ് ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കിക്കേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലാണ് ആരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? സെക്കൻഡറി കോയിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സ് എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്യാണ്, അല്ലെ? 0-ൽ നിന്ന് മാക്സിമത്തിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ആ ചേഞ്ച് ഇൻ ഫ്ലെക്സിലാണ് ആരെ വെച്ചിരിക്കുന്നത്? സെക്കൻഡറി കോയിലിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെക്കൻഡറി കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ദി പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലിന്റെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിൽ ആരെ വെച്ചിട്ടുണ്ട്? സെക്കൻഡറി കോയിലിനെ വെച്ചു. ഓക്കെ, അപ്പോ ഇവിടുത്തെ ഫ്ലക്സ് എന്ത് ചെയ്യും? ഈ കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് എന്ത് ചെയ്യും? ഇതിന്റെ ഫ്ലക്സ് ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രൈമറിയുടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൈമറിയുടെ ഫ്ലക്സിലാണ് സെക്കൻഡറി വെച്ചിരിക്കുന്നത്. അപ്പൊ സെക്കൻഡറിയുടെ ഫ്ലക്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡറിയുടെ അല്ല ഫ്ലക്സ്, പ്രൈമറിയുടെ ഫ്ലക്സിലാണ് സെക്കൻഡറി വെച്ചിരിക്കുന്നത്. അപ്പൊ പ്രൈമറിയുടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ എന്ത് ചെയ്യും? ആ ചേഞ്ച് ഇൻ ഫ്ലക്സിൽ ഇരിക്കുന്ന സെക്കൻഡറിയിൽ എന്ത് ചെയ്യും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ സെക്കൻഡറി കോയിൽ പ്രൈമറി കോയിലിന്റെ ചേഞ്ച് ഇൻ ഫ്ലക്സിൽ ഇരിക്കുന്നത് കൊണ്ട് സെക്കൻഡറി കോയിലിന് എന്തോരം? ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് കിട്ടുന്നുണ്ടല്ലോ. ആ ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് അവിടെ എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അവിടെ ഒരു കറണ്ട് വരും. ആ കറണ്ട് കൊണ്ട് ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കീ കുറെ നേരം ക്ലോസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കറണ്ട്, അതിന്റെ ഇവിടുത്തെ കറണ്ട് മാക്സിമം ആയി. അപ്പൊ കറണ്ട് മാക്സിമം ആവുമ്പോൾ ഇവിടെ ഒരു 20 ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തുവരും? കറണ്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട്, അല്ലെ? 0-ൽ നിന്ന് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ, മാക്സിമം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റന്റ് കറണ്ട് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് കറണ്ട് ആണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. അപ്പോ ഫ്ലക്സ് എന്തായിരിക്കും? ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ എന്തുവരും? EMF ഇൻഡ്യൂസ് ചെയ്യോ? ഇല്ല. ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാലേ EMF ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ,
അപ്പൊ ഈ സെക്കൻഡറി കോയിലിലേക്ക് എന്ത് ചെയ്യുന്നില്ല, EMF ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ സെക്കൻഡറി കോയിലിൽ EMF ഇല്ല. അപ്പൊ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചു. വീണ്ടും നമ്മൾ ഒബ്സർവ് ചെയ്തു, എന്താ, നമ്മള് കീ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. കീ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യുക, കറണ്ട് ഇപ്പൊ മാക്സിമത്തിൽ ഇരിക്കുന്ന കറണ്ട് എന്ത് ചെയ്യും, ഡിക്രീസസ് ടു സീറോ. കറണ്ട് ഡിക്രീസ് ചെയ്തു. കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഡിക്രീസ് ചെയ്യും അല്ലെ, മാക്സിമത്തിൽ നിന്ന് സീറോയിലേക്ക് വരും. ഇനി അങ്ങനെയാണെങ്കിൽ ഫ്ലക്സും എന്ത് ചെയ്യും, ഫ്ലക്സും കറണ്ട് കുറയുന്നതിനനുസരിച്ച് ഫ്ലക്സും എന്ത് ചെയ്യും, സീറോയിലേക്ക് വരും അല്ലെ, മാക്സിമത്തിൽ നിന്ന് സീറോയിലേക്ക് വരും. അപ്പോ when the key is open അല്ലെങ്കിൽ when the key is released, കീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഡിക്രീസ് ചെയ്യാണ്. കറണ്ട് ഡിക്രീസസ് ഫ്രം മാക്സിമം ടു സീറോ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും, കുറയും, ഡിക്രീസസ് ഫ്രം മാക്സിമം ടു സീറോ. ഇനി ഫ്ലക്സ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസസ് ഫ്രം മാക്സിമം ടു സീറോ. ഓക്കെ, അപ്പോ ഇവിടെ അന്നേരം എന്തുണ്ടായി, there will be a change in flux അല്ലെ, ഡിക്രീസ് ഇൻ ഫ്ലക്സ്. ഫ്ലക്സ് ചേഞ്ച് എന്ത് ചെയ്യാണ്, കുറഞ്ഞു അല്ലെ, കുറഞ്ഞു വരികയാണ്, ഫ്ലക്സിന് ഡിക്രീസ് ഉണ്ടാവാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ആ കേസിലും ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ട്. ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉള്ളത് കൊണ്ട് ഗാൽവനോമീറ്റർ എന്ത് വരും, ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMFഉം ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാവും. എവിടെ, സെക്കൻഡറി കോയിലില്. ഡ്യൂ ടു ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഗാൽവനോമീറ്റർ ഷോസ് ഡിഫ്ലക്ഷൻ. അപ്പൊ എവിടെയൊക്കെയാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചത്, രണ്ട് കേസിലാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഏതൊക്കെ, ഗ്രോത്ത് ഓഫ് കറണ്ടിന്റെ കേസിലും ഡീകേ ഓഫ് കറണ്ടിന്റെ കേസിലും ഗാൽവനോമീറ്റർ എന്ത് ചെയ്തു, ഡിഫ്ലക്ഷൻ കാണിച്ചു. എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കോയിലിന് എന്തുണ്ടായി, ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ EMF അല്ലെങ്കിൽ കറണ്ട് അല്ലെ, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്ന ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഫിനോമിനെ നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി phenomenon of production of induced EMF in the secondary coil. Induced EMF, induced current ഒക്കെ എവിടെ ഉണ്ടാവുക, സെക്കൻഡറി കോയിലാണ് ഉണ്ടാവുക. ഓക്കെ, phenomenon of production of induced EMF or induced current in the secondary coil due to the change in flux or change in current in the primary coil. പ്രൈമറി കോയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് അല്ലെ, കറണ്ടിന് ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ ഫ്ലക്സിന് ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് സെക്കൻഡറി കോയിലില് EMF അല്ലെങ്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഫിനോമിനന് നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കിയേ, സെക്കൻഡറി കോയിലിന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലക്സ് അല്ലെ, സെക്കൻഡറി കോയിലിന് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ്, ചേഞ്ച് ഇൻ EMF അല്ലെ, ചേഞ്ച് ഇൻ ഫ്ലക്സ് കൊണ്ടാണ് EMFഉം കറണ്ടും ഉണ്ടാവുക. അപ്പൊ സെക്കൻഡറി കോയിലിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് is directly proportional to flux change in the secondary coil is directly proportional to current in the primary coil. അല്ലെ, flux change in the secondary coil is directly proportional to current in the primary coil. പ്രൈമറി കോയിലിലെ കറണ്ടിനനുസരിച്ചിട്ടാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് പ്രൈമറി കറണ്ട് എന്ന് പറയാം. ആ പ്രൈമറി കോയിലിൽ ഉണ്ടാവുന്ന കറണ്ടിനുണ്ടാവുന്ന ചേഞ്ച് കൊണ്ട് സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാണ്. അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം, Φs is equal to m into Ip അല്ലെങ്കിൽ m into I. ജനറലി Φ is equal to mi. ഓക്കെ, അവിടെ എമ്മിന് നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയും. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, m is equal to, നമുക്ക് എങ്ങനെ എഴുതാം, m is equal to 5 divided by I. ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണെന്നുള്ള കേസും ക്ലിയർ ആയി, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നും ക്ലിയർ ആയി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, when current flows through the primary coil is equal to 1 ampere അല്ലെ, I എന്ന് പറയുന്നത് നമുക്ക് 1 ampere ആയിട്ട് എടുക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് m is equal to നമുക്ക് എങ്ങനെ എഴുതാം, ഫ്ലക്സ് എന്ന് എഴുതാം അല്ലെ. m is equal to ഫ്ലക്സ് ആണ് എപ്പോഴാണ്, when I is equal to 1 ampere. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ
കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സ് ആണ്. when current through the primary coil is unity. കറണ്ട് ഇവിടുത്തെ പ്രൈമറി കോയിലിലെ കറണ്ട് എങ്ങനെയായിരിക്കണം? യൂണിറ്റി. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി കോയിൽ എപ്പോ when current through the primary coil is unity. ഓക്കെ, കറണ്ട് എപ്പോഴും എങ്ങനെയായിരിക്കണം? യൂണിറ്റി ആകുന്ന കേസിലാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഫ്ലക്സുമായിട്ട് ഈക്വൽ ആവുക. ഓക്കെ, അപ്പൊ ആ കേസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഏത് കോയിലില്? സെക്കൻഡറി കോയിലില്. ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ്, അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് EMF E is equal to minus d∅ divided by dt. അല്ലെ, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ്? മൈനസ് d∅ by dt ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, ലെൻസ് ലോ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ മൈനസ് d by dt ഓഫ്, ഇപ്പൊ നമ്മൾ പഠിച്ച ഫ്ലക്സ് ഏതായിരുന്നു? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു mi അല്ലെ. അപ്പോ m into i. m എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം മൈനസ് d അല്ലെ, മൈനസ് m into di divided by dt. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF E is equal to minus m into di by dt. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ when di by dt is equal to 1 ampere per second അല്ലെ, di by dt എന്ന് പറയുന്നത് എന്താണ്? 1 ampere per second ആണ്. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ദ പ്രൈമറി കോയിൽ ഈസ് 1 ampere per second ആണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? di by dt ക്ക് പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ കേസില് ഇൻഡ്യൂസ്ഡ് EMF E is equal to നമുക്ക് എന്തെന്ന് കൊടുക്കാം? മൈനസ് m എന്ന് എഴുതാം അല്ലെ. അപ്പോ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഇൻഡക്ടൻസിനെ ഡിഫൈൻ ചെയ്യാം? മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് ഇൻ ദ കോയിൽ, അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു, അങ്ങനെ തന്നെ പറയണം, മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ when the rate of change of current in the primary coil is unity. Okay, അല്ലെങ്കിൽ rate of change of current in the primary coil unity ആകുമ്പോൾ സെക്കൻഡറി കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF ആരുമായിട്ട് ന്യൂമറിക്കലി ഈക്വൽ ആണ്? മ്യൂച്വൽ ഇൻഡക്ടൻസുമായിട്ട് ന്യൂമറിക്കലി ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ആ കേസ് ഒന്ന് മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആണ്. പ്രൈമറി കോയിലിലൂടെ കറണ്ട് പോകും. പ്രൈമറി കോയിൽ ഉണ്ടാവുന്ന കറണ്ടിന്റെ ചേഞ്ച് കൊണ്ട് സെക്കൻഡറി കോയിൽ എന്ത് ചെയ്യും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, EMF-ഉം ഇൻഡ്യൂസ്ഡ് കറണ്ട് എവിടെയാണ്? സെക്കൻഡറി കോയിലാണ്. പ്രൈമറി കോയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, അപ്പൊ ആ കേസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സെൽഫ് ഇൻഡക്ടൻസ് പഠിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് അതുപോലെ തന്നെയാണ്, ഇക്വേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്യാം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി പഠിക്കാം. ഇനി നമുക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സോളിനോയിഡ് കൺസിഡർ ചെയ്യാം. അപ്പൊ സോളിനോയിഡ് എടുത്തു. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ ഫോർമർ ആണ്. ആ സിലിണ്ടറിക്കൽ ഫോർമറിൽ ഇൻസുലേറ്റഡ് കോപ്പർ വൈൻഡിങ്സ് എന്ത് ചെയ്യാണ്? ടൈറ്റ്ലി വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സോളിനോയിഡ് എന്ന് പറയാം. നമ്മൾ കറണ്ട് പാസ് ചെയ്തു. കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ നമുക്കറിയാം അല്ലെ. കറണ്ട് പാസ് ചെയ്യുന്നത് P കോയിലൂടെയാണ്. അപ്പൊ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 n into I അല്ലെ. ഈ കറണ്ട് പാസ് ചെയ്യുന്നത് പ്രൈമറി കോയിൽ ആയിട്ട് എടുക്കാം. നമുക്ക് ഇവിടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് അല്ലേ, അപ്പൊ ഒരു പ്രൈമറി കോയിൽ എഴുതാം IP. ഓക്കെ, അപ്പൊ B is equal to μ0 n into IP. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതും ഏതിന് ചുറ്റുമാണ്? പ്രൈമറി കോയിലിന് ചുറ്റുമാണ്. ഇനി നമ്പർ ഓഫ് ടേൺസ് അല്ലെ, ഇവിടെ n എന്ന് പറയുന്നത് നമുക്ക് n1 ആയിട്ട് എടുക്കാം. ഫസ്റ്റ് കോയിലിന്റെ ആണ്. എന്നുവെച്ചാൽ സോളിനോയിഡിന് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുമ്പോൾ 2 കോയിൽ വരണം. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ വൈൻഡ് ചെയ്തിരിക്കുന്ന കോയിലിനെ നമുക്ക് എന്തെന്ന് പറയാം? n1 ആയിട്ട് എടുത്തു. അല്ലെങ്കിൽ NP ആയിട്ട് എടുക്കാം. പ്രൈമറി എന്ന് പറയുമ്പോൾ NP. ഓക്കെ, പിക്ക് പകരം 1 or 2 അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. പ്രൈമറിക്ക് 1 കൊടുക്കാം, സെക്കൻഡറിക്ക് 2 കൊടുക്കാം, അങ്ങനെ എഴുതിയാലും മതി. അപ്പൊ B is equal to μ0 NP into IP ആണ്. ഓക്കെ,
ഇനി നമുക്ക് അറിയേണ്ടത് ഫ്ലക്സ് അല്ലെ, ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എം ഐ ആണ്. മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ കേസ് പറയുമ്പോൾ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എം ഐ ആണ്. ആ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. അഗൈൻ ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നത് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ ഇൻറ്റു എൻ ആണ് അല്ലെ. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ എന്ന് പറയുന്നതാണ് ഫ്ലക്സ്. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. മാക്സിമം ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ ആണ്. അത് ഒരു കോയിലിന്റെ കേസിലാണ്. എൻ കോയിൽ ഉണ്ടെങ്കിൽ എന്തുവരും? ബി എ എൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ബി എ എൻ എങ്ങനെ എഴുതണ്ടേ എന്നുള്ള കേസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഇതിന് ചുറ്റും ഫ്ലക്സ് ഉണ്ടായി എന്ന് പറഞ്ഞു. ആ ചേഞ്ച് ഇൻ ഫ്ലക്സിലാണ് ആരിയിരിക്കുന്നത്? സെക്കൻഡറി കോയിലിനെ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഇതിൽ വരച്ചിരിക്കുന്നതാണ്. വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ എന്തൊരു പ്രൈമറി കോയിൽ ഇങ്ങനെ സോളിനോയിഡിൽ വൈൻഡ് ചെയ്തേക്കണോ, സെക്കൻഡറി കോയിൽ അതിന്റെ മേളിലാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വലുതാക്കി വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ പ്രൈമറി കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്, കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് ആണ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിൽ ചേഞ്ച് ഉണ്ടാവും. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ എന്തുണ്ടാവും? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ എവിടെയാണ് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നത്? പ്രൈമറി കോയിലിന്റെ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. ആ പ്രൈമറി കോയിലിന്റെ ചേഞ്ച് ഇൻ ഫ്ലക്സിലാണ് ആരിയിരിക്കുന്നത്? സെക്കൻഡറി കോയിലിനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെക്കൻഡറി കോയിലിന്റെ ഫ്ലക്സിന് എന്ത് ചെയ്യും? സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. പ്രൈമറി കോയിലിലെ ഫ്ലക്സിലാണ് സെക്കൻഡറി കോയിലിന് വെച്ചിരിക്കുന്നത്. അപ്പൊ സെക്കൻഡറി കോയിൽ ഇപ്പൊ വെച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഓഫ് പ്രൈമറി ആണ് അല്ലെ. അപ്പൊ സെക്കൻഡറി കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ആ ഫ്ലക്സിന് ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ആരുടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്? പ്രൈമറിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലെ. സെക്കൻഡറിയിലൂടെ കറണ്ട് ഇല്ല, അപ്പൊ സെക്കൻഡറിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ആർക്ക്? ആ പ്രൈമറിക്ക് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. അപ്പൊ ബി പി ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് കോമൺ ഏരിയ ആണ് അല്ലെ. പ്രൈമറിയുടെ ഏരിയ ഒന്നുമില്ല, സെക്കൻഡറിയുടെ ഏരിയ ഒന്നുമില്ല, കോമൺ ഏരിയ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാം. അപ്പൊ എ എന്ന് പറയുന്നത് കോമൺ ഏരിയ ആണ്. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് നമുക്ക് സെക്കൻഡറിയിലെ ഫ്ലക്സ് ആണ് അറിയേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് വരും? സെക്കൻഡറിയിലെ ഫ്ലക്സ് അല്ലെ. സെക്കൻഡറിയിലെ ഫ്ലക്സിനനുസരിച്ച് നമുക്ക് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എടുത്തു. ഓക്കെ, എന്ന് വെച്ചാൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതും കറണ്ട് ഉണ്ടാവുന്നതും സെക്കൻഡറി കോയിലാണ്. അതുകൊണ്ട് നമുക്ക് ഫ്ലക്സ് ചേഞ്ച് സെക്കൻഡറിയിലേക്ക് ആക്കണമല്ലോ. അപ്പൊ സെക്കൻഡറി കോയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത് ബി പി ഇൻറ്റു എ ഇൻറ്റു എൻ എസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പി. ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മ്യൂ സീറോ ഇൻറ്റു എൻ പി ഇൻറ്റു ഐ പി ഇൻറ്റു എൻ എസ് അല്ലെ. ഇനി ഫ്ലക്സിന് പകരം നമുക്ക് സെക്കൻഡറി കോയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്ന എം ഇൻറ്റു ഐ പി ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? എം ഇൻറ്റു ഐ പി. ഐ പി എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അപ്പൊ എം ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂ സീറോ ഇൻറ്റു എൻ പി ഇൻറ്റു എൻ എസ് ഇൻറ്റു ഇവിടെ ഒരു ഏരിയ എഴുതാൻ വിട്ടുപോയി, ഏരിയ. ഓക്കെ, അപ്പൊ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ കേസില് ഇക്വേഷൻ കിട്ടി മ്യൂച്വൽ ഇൻഡക്ടൻസിന്. പക്ഷെ ഒരു എൻ സ്മോൾ ആണ്, ഒരു എൻ ക്യാപിറ്റൽ ആണ്. നമുക്കറിയാം സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ എൽ ആണ്. അപ്പൊ ആ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതും? മ്യൂ സീറോ ഇൻറ്റു ക്യാപിറ്റൽ എൻ പി ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എൻ എസ് ഇൻറ്റു എ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ നമുക്ക് എന്തായി? ഇക്വേഷൻ ആയി. മ്യൂച്വൽ ഇൻഡക്ടൻസ് എം ഇസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ പി എൻ എസ് എ ഡിവൈഡ് ബൈ എൽ. ഓക്കെ, സ്മോൾ എന്നിന്റെ ടേംസിലാണെങ്കിലോ എല്ല് മേളിൽ വരുന്നേ ഉള്ളൂ. സ്മോൾ എന്നിന്റെ ടേംസിലാണ് എഴുതുന്നതെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് എം ഇസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ എസ് എൻ പി എ എൽ എന്ന് വരും. ഓക്കെ, അപ്പോ രണ്ട് ഇക്വേഷനും ഒന്ന് പഠിച്ചിരിക്കുക അല്ലെ. ക്യാപിറ്റൽ എന്നിന്റെ ടേംസിലാണ് എഴുതുന്നതെങ്കിൽ താഴെ എൽ വരും. സ്മോൾ എന്നിന്റെ ടേംസിലാണ് എഴുതുന്നതെങ്കിൽ മേളിലായിട്ടാണ് എൻ വരിക. ഓക്കെ, എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്
പ്രൈമറി കോയിലിലൂടെയാണ് ഇപ്പൊ ഇവിടെ കറണ്ട് പാസ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ പ്രൈമറി കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പ്രൈമറി കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തോരും പ്രൈമറി കോയിലിന് തന്നെ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ഇൻ ഫ്ലക്സിലാണ് ആരിയിരിക്കുന്നത്? സെക്കൻഡറി കോയിലിനെ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ സെക്കൻഡറി കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യും? സെക്കൻഡറി കോയിലിൽ ഒരു EMF അല്ലെങ്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കറണ്ടിന്റെ പ്രൈമറി കോയിലിലെ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോ ϕs is equal to m into Ip. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്തെടുക്കുക. ഫ്ലെക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, BAN മാക്സിമം വാല്യൂ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതി. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ആർക്കേ ഉള്ളൂ? പ്രൈമറിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് BP A into NS. സെക്കൻഡറി കോയിലിന്റെ ഫ്ലക്സ് ആയതുകൊണ്ട് സെക്കൻഡറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് എടുത്തു. BPക്ക് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നും കറണ്ടിനെ അല്ലെ, പ്രൈമറി കറണ്ട് ഉണ്ട്, അത് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ ആണ്. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.